ഹായ്, എല്ലാവർക്കും എൻ്റെ ഈ സ്റ്റോറിയുടെ കേട്ടോ ലാസ്റ്റ് പാർട്ടിലേക്ക് സ്വാഗതം. ആൻഡ് ഇതിന് മുമ്പുള്ള പാർട്സ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. എന്നിട്ട് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ എനിക്കൊരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളെ അല്ല. കുറേ നാൾക്ക് മുമ്പൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്. ഈ യൂട്യൂബേഴ്സ് റിവ്യൂ ഒക്കെ ചെയ്യില്ല പ്രൊഡക്ട്സിൻ്റെ, പിന്നെ എന്താ പറയുക, അൺബോക്സിങ്, അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അയ്യോ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ നമുക്ക് സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കണം, എന്തൊക്കെയോ കൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എൻ്റെ എനിക്ക് ആണെങ്കിൽ 1 2 3 4 5 5 4 അത്ര ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. ഞാൻ അവരുടെ അടുത്തും എൻ്റെ കസിൻസിൻ്റെ അടുത്തും ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരിക്കും. പക്ഷേ പുതിയതായിട്ട് ഒരാളെ കാണുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കാൻ കുറേ നാൾക്ക് മുമ്പുള്ള ഞാൻ പരിചയപ്പെട്ട ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോഴും. എനിക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എങ്ങനെ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കും, എങ്ങനെ ഞാൻ കമ്പനി ആവും, എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ട, നമ്മൾ സംസാരിക്കേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം, അതായത് കഴിഞ്ഞ ഡിസംബറിലാണോ നവംബറിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാനിത് പെട്ടെന്ന് പറയാൻ ഇങ്ങനെ വിചാരിച്ച കാര്യമായതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബർ ഓർ നവംബറാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോയി. ഒരു യെലാപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂന്നാർ യെലാപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. ഒരാളൊഴികെ ബാക്കി എല്ലാവരും എനിക്ക് സ്ട്രേഞ്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇവരോട് എങ്ങനെ ഞാൻ മിങ്കിളാവും, എങ്ങനെ ഞാൻ സംസാരിക്കും, ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ, ആൻഡ് ഈ ഒരു 2 ദിവസം ഞാൻ എങ്ങനെ ഇവരുടെ കൂടെ കഴിച്ചു കൂട്ടും എന്നൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. അപ്പം ഞാനിങ്ങനെ തലേ ദിവസവും കൂടെ ഞാൻ വിചാരിക്കുക പോകണോ പോവണ്ട, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് പോയി. അവിടെ ചെന്നപ്പോഴും എനിക്ക് ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. ഞാൻ എങ്ങനെ ഇവരുടെ കൂടെ നിൽക്കും. പക്ഷെ അവിടെ ചെന്ന് ആ ക്യാമ്പിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര നമ്മളെപ്പോഴും അറിയുന്ന, ഞാൻ സ്കൂളിൽ നിന്ന് പോലും എന്നെ ട്രിപ്പൊന്നും വിട്ടിട്ടില്ല എൻ്റെ അമ്മ. ഒരു മിഡിൽ ക്ലാസ്സാണ്. എല്ലാം ഈ മിഡിൽ ക്ലാസ്സുകാർക്ക് അത് എന്താ പറയുക, ആലോചിച്ചാൽ കിട്ടും. ലൈക്ക് നമ്മളൊന്നും സ്കൂളിൽ എവിടെയും ഈ എന്താ പറയുക, നമ്മുടെ സുഭാഷ് പാർക്കിൽ പോലും, ഞാൻ എറണാകുളമുള്ള സ്ഥലം, അപ്പം നമ്മുടെ സുഭാഷ് പാർക്കിൽ പോലും ട്രിപ്പ് പോകണമെങ്കിൽ പോലും നമ്മൾ വിടില്ല, അമ്മ വിടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കറിയത്തില്ല പറയാൻ. അപ്പോൾ പക്ഷേ ഇവരെല്ലാവരും ഉണ്ടല്ലോ, ഒരു 10-32 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടല്ലോ ഒറ്റ മൈൻഡ്, ഒരേ വൈബുള്ള ആൾക്കാർ, ഭയങ്കര വൈബുള്ള ആൾക്കാർ. അങ്ങനെ നമ്മളെന്നും കാണുന്ന ആൾക്കാരെ പോലെ ഭയങ്കര കമ്പനിയായി. എന്നാലും ഇവരെല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് പക്ഷേ രാത്രി ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാവരുടെയും ലൈഫിലുണ്ടായ ഓരോ ഇൻസിഡൻസ് പറയാം. അതിപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം, ലവ് ആയിരിക്കാം, സക്സസ് ആയിരിക്കാം, ഫെയിലിയർ ആയിരിക്കാം, എന്തെങ്കിലും പറയണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഓരോരുത്തർ പറയും തോറും എൻ്റെ അടുത്തേക്കുള്ള എത്താറാവും തോറും എൻ്റെ ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ പൊട്ടും, ഇങ്ങനെ അടിച്ചടി പൊട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എന്ത് പറയും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ഒരു സ്റ്റോറി ഇതാരും ട്രൈ ചെയ്തിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും പേര് പറഞ്ഞതിൽ ഇപ്പോൾ ഒരു ഹാഫ് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു, അതിലാരും ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാനിവിടെ പറയാം. എന്നാലും എനിക്ക് പറയാൻ, ഞാൻ സ്കൂളിലൊന്നും ഒരു പരിപാടി പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നേ ഇത്രയും വർഷമായിട്ടും എനിക്ക് പേടിയ ആൾക്കാരുടെ ഫ്രണ്ടിൽ എനിക്ക് എന്താ പറയുക, അതിനുള്ള കഴിവില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്റ്റോറി ഞാൻ പറഞ്ഞൊരു ഗോസ്റ്റിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞത് പറഞ്ഞു. കുറേ ആൾക്കാർ അവിടെ എല്ലാവരും അത്ര നേരം നല്ല വൈബായിട്ടിരുന്ന വെച്ച ആൾക്കാരൊക്കെ സൈലൻ്റായി ഫുള്ള്. രാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അത് പിന്നെയും എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ കൊണ്ടിട്ട് എല്ലാവരും ചോദിച്ചു. എല്ലാവരും അതിങ്ങനെ കേട്ടിരുന്നു. കേട്ടങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു,
എൻ്റെ ഇത് കേട്ടിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അപ്പം അത് ആ ഒരു കേട്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വിശ്വാസം, എന്നെ അപ്പം കേട്ടിരിക്കും ആൾക്കാരെന്ന്, അങ്ങനൊരു കോൺഫിഡൻസ് വന്നിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് എൻ്റെ കൂടെ ആ ക്യാമ്പിലുണ്ടായ എല്ലാവർക്കും താങ്ക് യു. അതായത് എൻ്റെ ഈ ചാനൽ എവിടം വരെ പോവും, എന്താവും, എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു 10 പേര് എന്നെ കേൾക്കാറുണ്ടെങ്കിൽ 10 പേർക്ക് വേണ്ടി എനിക്ക് വീഡിയോസ് ചെയ്യണം എന്നുണ്ട്, ഞാൻ ചെയ്യും. ആൻഡ് ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ആൻഡ് നമുക്ക് ബാക്കി സ്റ്റോറിയിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത്, ആ ചേട്ടൻ വന്നിട്ട് അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അതായത് അമ്മേനെ കട്ടിലിൽ നിന്ന് ഉന്തിയിട്ടു, അതിനുശേഷം അമ്മക്ക് പരിക്ക് പറ്റി, അതുവരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ചേട്ടൻ അന്ന് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു ബാക്കി പറയാനായിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ പിന്നെയും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിർത്തിയ എടുത്തുനിന്ന് പിന്നെയും തുടങ്ങി. അതായത് ഒരു ദിവസം ഈ അമ്മ മേളിൽ തുണി എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ല കേട്ടോ. അപ്പം തുണി എടുക്കാൻ പോയിട്ട് തുണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ സ്റ്റെയറിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ അമ്മയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുക, അതൊരു പകൽ സമയമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ് ആരോ കൂടെ അമ്മയുടെ കൂടെ ഉണ്ട്, അമ്മയുടെ അടുത്തുണ്ട്. അപ്പോൾ അന്നും ഈ അമ്മ അന്ന് വീണതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഹാങ് ഓവറൊന്നും ഇതുവരെ മാറിയിട്ടില്ല, റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്നും ഇങ്ങനൊരു ഫീലാണ് ആദ്യം ഉണ്ടായത്. അതുകൊണ്ടിട്ട് ഈ അമ്മക്ക് പിന്നെ ഒന്നുകൂടെ പേടിയായി, ഇതും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ അന്നത്തെ ആ ഒരു പേടി ഓർത്തിട്ട് ചിലപ്പോൾ അമ്മ വീണതായിരിക്കാം എന്നോർക്കും. അതായത് ആ പേടിച്ചിട്ടായിരിക്കാം ഈ പറയാൻ പോകുന്ന സംഭവം സംഭവിച്ചെന്ന് ഓർക്കും. അതായത് ഈ അമ്മ ആ സ്റ്റെയറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആരോ നിൽക്കുന്ന പോലെ, കൂടെയുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു. അതിന് ശേഷം ഈ അമ്മയുടെ കാലിൽ ആരോ പിടിച്ചിട്ട് ഈ സ്റ്റെയറിൽ കൂടെ ഇങ്ങനെ വലിച്ച് ഈ സ്റ്റെയറിൽ നിന്ന് ഈ തുണിയും അമ്മയും കൂടിയിട്ട് സ്റ്റെയറിൽ കൂടെ വീണ്, അതായത് ടക്കാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വീഴാണ്. ഇപ്പം എന്താണ്, ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഈ അമ്മക്ക് തല പൊട്ടിയിട്ടുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ കേൾക്കുമ്പോൾ, പുറത്തുനിന്നുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് പറയാം ഇത് ആ പേടിയിൽ ഉള്ളിൽ ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് പാനിക്കായിട്ട് വീണതായിരിക്കും എന്ന്. പക്ഷേ ഈ അമ്മ അപ്പോഴും പറയുന്നുണ്ട്, ഈ അമ്മ വീണിട്ട് ഈ സ്റ്റെപ്പിൽ കൂടെ, അതായത് ഒരാൾ വീഴുമ്പോൾ നമ്മളിങ്ങനെ ഉരുണ്ട് വീഴാം, അങ്ങനെ വീഴാം. പക്ഷേ ഒരാൾ വലിക്കുമ്പോൾ നേരെയാണ് കാലിൽ പിടിച്ച് വലിച്ചിട്ട് ഈ സ്റ്റെയറിൽ നിന്ന് ടക്കാന്നും പറഞ്ഞ് അടിച്ചിട്ടാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മയുടെ ബാക്കിലായിട്ട് പൊട്ടിയിട്ടുണ്ട്, സ്റ്റിച്ച് ഇടേണ്ടി വന്നു, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ ആ അമ്മ പിന്നെയും ബെഡിലായി. അപ്പോൾ ഇത് ഈ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ പോലെ തന്നെ സിറ്റുവേഷനാണ്. അവർ വിചാരിക്കും ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് അവരതിങ്ങനെ പറയാനൊന്നും പോയില്ല. അങ്ങനെ ഈ അമ്മ ഒരു ദിവസം അവിടെ വീട്ടിലെ ആൾക്കാരുണ്ട്, അമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഈ ചേട്ടനുണ്ട്, ഈ അമ്മയുടെ ഹസ്ബൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് കിടക്കുന്ന ടൈമിൽ ആരോ പെട്ടെന്ന് ഈ ഫീൽ തന്നെ വന്നിട്ട് ഈ അമ്മ കിടന്ന കിടപ്പിൽ ആരോ കഴുത്തിലിങ്ങനെ കയറി കുറേ നേരം പിടിച്ചു. അതായത് ശ്വാസം മുട്ടി അമ്മ ഇങ്ങനെ മരിക്കും എന്നുള്ളൊരിതായപ്പോൾ വിട്ടു. അങ്ങനെ അത്രയും ഭയങ്കര ക്രൂവലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ആ അപ്പാപ്പനും എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പാപ്പൻ അങ്ങനെ ആണായതുകൊണ്ടായിരിക്കാം, അത്ര ഏജുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം അപ്പാപ്പൻ അങ്ങനെ ഭയങ്കര ഓപ്പണായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ അമ്മയാണ് ഈ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിന് ശേഷം ഈ ചേട്ടൻ പറയുന്നുണ്ട്, പെട്ടെന്നൊരു ദിവസം ഇതങ്ങ് ഇല്ലാതായി. അതായത് ഇവർക്ക് ഉണ്ടായിരുന്ന കുറേ ഫീലിങ്സ് ഇല്ലേ, സൗണ്ട് കേൾക്കുക, ഇങ്ങനെ ഓടുന്ന പോലെ തോന്നുക, ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായി. അതായത് ഇത് പോയി അവിടെ നിന്ന്. അതിനുശേഷം അതായത് ഇപ്പോഴല്ല, ആ ടൈമിലും ആ ചേട്ടൻ അവിടെ തന്നെയാണ്, ആ സെയിം വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അതിനുശേഷം ആ ചേട്ടന് ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അതായത് ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്നത് ഈ 2 നിലയിൽ, ഞങ്ങൾ ഒറ്റ ഫാമിലിയാണല്ലോ താമസിക്കുന്നത്. താഴത്തെ ആൻറ്റിയൊക്കെയും മേളിൽ ഞങ്ങളും. അതായത് ആൻറ്റി ഞങ്ങളുടെ കൂടെയാണല്ലോ കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ഈ പ്രോബ്ലം വരാറുണ്ട്. അതായത് വെള്ളം കുറച്ച് ദിവസം 2-3 ദിവസമൊക്കെ വരില്ല.
അപ്പോൾ നമ്മൾ താഴത്തെ ടാങ്കിൽ വരുമ്പോൾ നമ്മൾ ഈക്വലായിട്ട് ആൻറ്റിയുടെ ടാങ്കിലും ഞങ്ങളുടെ ടാങ്കിലും കറക്റ്റായിട്ട് അടിച്ചിടും. രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് മേളിൽ കയറണം. ഒരാൾ മോട്ടർ അടിക്കുമ്പോൾ ഒരാൾ മേളിൽ പോയിട്ട് നോക്കി നിന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പി കൊണ്ടുണ്ടാക്കിയ സ്റ്റെയർസാണ്, പക്ഷേ ഇരുമ്പിൻ്റെ സ്റ്റെയറാണ്. ഇത് നമ്മൾ കയറുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷെയ്ക്കാവും. അപ്പോൾ ഇതിൽ കയറാൻ എൻ്റെ അമ്മക്കൊന്നും ധൈര്യമില്ല. പ്രായമുള്ളവർക്ക് കുറച്ച് ഒരു പേടി വരും ഇതിനകത്ത് കയറാൻ. അപ്പോൾ ഞാനും ആൻറ്റിയൊക്കെയാണ് ഈ സ്റ്റെയർ കയറാറുള്ളത്. അപ്പോൾ അന്ന് വൈകുന്നേരം ഒരു 8:30 ഒക്കെ ആയിട്ടുള്ളൂ, 8:30 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് നല്ല വെട്ടമുണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ആക്ച്വലി അന്ന് അവിടെ കയറാനായിട്ട് നമുക്ക് അത്ര നമ്മളുടെ മനസ്സിൽ പേടിയേ ഇല്ല. കാരണം നമ്മൾക്കിപ്പോൾ ഇതൊരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അവിടെ നടക്കുന്നതൊക്കെ. അപ്പം അന്ന് ഞാൻ ആ സ്റ്റെയർ കയറി പോകുമ്പോൾ അമ്മ മോട്ടർ ഓൺ ചെയ്യുന്നു, ഞാൻ മേളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയേ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ ടാങ്കൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ബാക്കിലാണ് ഈ സ്റ്റെയർകേസ് ഉള്ളത്. അപ്പം ഞാൻ ഈ സ്റ്റെയർകേസിലെന്തോ ഇങ്ങനെ ഒരാൾ കയറി വരുന്നൊരു ഫീല്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പാണ് അത് ആൻറ്റിയാണ് കയറി വരുന്നത്. അപ്പം ആൻറ്റി മാത്രമാണ് സ്റ്റെയർ കയറാറുള്ളത്. ഞാനിപ്പോൾ ഈ ടാങ്കിലേക്ക് നോക്കി നിന്നിട്ട് ഞാൻ ആൻറ്റിയോട് എന്തോ പറയുന്നുണ്ട്, അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തോ ഞാൻ ആൻറ്റിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി മിണ്ടുന്നില്ല, അവിടെ നിന്ന് റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത് എന്താണ് ആൻറ്റി എന്താ റിപ്ലൈ തരാത്ത? തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഞാൻ അന്ന് രാത്രി എൻ്റെ ബെഡിൽ കിടന്ന് കണ്ട അതേ രൂപം ആ ഒരു 9 മണി ആയിട്ടുണ്ടാവില്ല. ആ ഒരു ടൈമിൽ ആ സ്റ്റെയറിൻ്റെ എൻഡിൽ, അതായത് മേളിലത്തെ ആ എൻഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് സൗണ്ട് ഉണ്ടാക്കി, ജസ്റ്റ് താഴെ അമ്മയുണ്ട്, ആൻറ്റിയുണ്ട്, അമ്മാമ്മയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, എൻ്റെ മൈൻഡിൽ ആകെ വരുന്നത് അവിടെ നിന്ന് ചാടുക എന്നുള്ളൊരു തോട്ടാണ്. അതായത് മേളിൽ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് ചാടുക. അതായത് സ്റ്റേക്കേഴ്സ് ഇറങ്ങണമെങ്കിൽ ഇതവിടെ നിൽക്കുവാണല്ലോ, അപ്പോൾ വേറെ എനിക്ക് വഴിയില്ല താഴത്തേക്ക് ഇറങ്ങാൻ. അപ്പം എൻ്റെ ആകെ മൈൻഡിലുള്ളത് ഇവിടെ നിന്ന് ചാടണം. പക്ഷേ എനിക്കറിയാം ഇവിടെ നിന്ന് ചാടി ഞാൻ ചത്തുപോകും. കാരണം 2ാം നിലയുടെ മേളത്തെ ടെറസാണ്. അവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ ചത്തില്ലെങ്കിലും കൈയും കാലമൊക്കെ ഒടിഞ്ഞിട്ട് അവിടെ കിടക്കും. പക്ഷേ എനിക്ക് ചാടണമെന്നിങ്ങനെ എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാനായിട്ടല്ല അത് ചിന്തിക്കുന്നത്. എനിക്ക് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുക, ചാട് എന്നുള്ളൊരു. ഇതിപ്പോൾ എനിക്ക് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, അത് ആർക്കെങ്കിലും അങ്ങനെ ഫീലായിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ ചാട് എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഞാൻ ചാടിയില്ല, ഞാൻ എന്തോ ഇങ്ങനെ പിടിച്ച് ഞാൻ അങ്ങനെയോ നിന്ന്. പക്ഷേ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ അത് പിന്നെ കാണാനില്ല. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പെട്ടെന്ന് സ്റ്റെയർ ഇറങ്ങാമെന്നുള്ള രീതിയിൽ ആ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് ചെന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുന്നൊരു വീടുണ്ട്. 2 നല്ല വീടാണ്. അതിൻ്റെ സ്റ്റെയറും അതിൻ്റെ ടെറസും നമ്മുടെ ടെറസും ഇങ്ങനെ ഈക്വലായിട്ട് ഒരു തൊട്ടപ്പുറത്തെ വീടാണ്. ആ ടെറസിൻ്റെ മുകളിൽ ഇത് നിൽപ്പുണ്ട്. ഞാനത് ജീവനും കൊണ്ട് ഓടി താഴെ പോയിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പം അമ്മ പറഞ്ഞു, ദൈവമേ ഞാൻ ഓർത്തില്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് ഓർത്തില്ല, അല്ലെങ്കിൽ വിടൂലായിരുന്നു, ഇനി മേലെ നമുക്ക് ഈ ടൈമിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ കഴിഞ്ഞു. എനിക്കതെപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ അന്ന് ചാടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പറയാൻ ഞാൻ ഉണ്ടാവില്ല, ഈ സ്റ്റോറി ഇങ്ങനെ പറയാൻ ഞാൻ ഉണ്ടാവില്ല. ഇപ്പോൾ ശരിക്കും അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റും കഴിഞ്ഞ് കുറച്ച് ദിവസം പിന്നെയും കഴിഞ്ഞു. ഞാനപ്പോൾ ഈ എന്താ പറയുക, താഴത്തെ ഫ്ലോറിൽ നിന്ന് മേളിൽ സൈഡിലാണ് കേട്ടോ ഇത് സ്റ്റെയറില്ലേ, അത് ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഈ സ്റ്റെയർ ഞാൻ ഓടിയാണ് കയറുന്നത്, ഒറ്റയടിക്ക് ഭയങ്കര സ്പീഡിൽ ഓടി ഇറങ്ങും, അങ്ങനെയാണ്. ഇതുവരെ വീണിട്ടൊന്നുമില്ല. ഞാനപ്പോൾ എന്നും പോലെ ഒരു 7 മണിയൊക്കെ ആയി വൈകുന്നേരം ആൻറ്റിയുടെ അടുത്തുനിന്ന് ഞാൻ എന്തോ ആവശ്യത്തിന് മേളിലേക്ക് പോവാണ്. മേളിലേക്ക് ഇങ്ങനെ സ്റ്റെയറിൽ കൂടി ഓടി പകുതി എത്തിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സാധനം എൻ്റെ ഓപ്പോസിറ്റ് വന്ന് വീണു. അതായത് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് വീണു എന്ന് പറഞ്ഞില്ലേ, ഈ സാധനം ഒരു ഡമ്മിയൊക്കെ ഇടില്ലേ, നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഡമ്മിയൊക്കെ വന്ന് തൂങ്ങി കിടക്കില്ലേ, അതേപോലെ അതിന് രൂപമൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു സാധനം, ഒരു തുണിയുടെ കെട്ടോ അങ്ങനെ എന്തോ വന്നിങ്ങനെ തൂങ്ങി നിന്നു. ഒരു സെക്കൻഡ്സ്, എത്ര സെക്കൻഡാണെന്ന് എനിക്കറിയത്തില്ല, അത്ര സെക്കൻഡ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ആയി. പക്ഷേ
ഞാൻ വീണില്ല എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ ആയിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ സ്റ്റക്കായിട്ട് ഫ്രീസായിട്ട് ഞാൻ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മേളിലേക്ക് കയറി ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊരു 7 മണിയൊക്കെ അല്ലേ ഉള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് കാണാം ഇതൊക്കെ. അങ്ങനെ ഒരു ഇൻസിഡൻസ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലും കൂടുതൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അമ്മക്കും ആൻറ്റിക്കും അവിടെ വന്നവർക്കും ഒക്കെ. പക്ഷേ ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ മാത്രം ഞാൻ കൂടുതൽ ഓർക്കുന്നതുകൊണ്ടാണ്, ഡീറ്റെയിൽ ആയിട്ട് ഓർക്കുന്നതുകൊണ്ടാണ് ഞാനത് മാത്രം പറയുന്നത്. ആൻഡ് ഞാനൊരു പട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, തൊട്ട് അപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടി വളർത്തുന്ന പട്ടി. ഈ പട്ടി പെട്ടെന്ന് ഒരു ദിവസം ചത്തുപോയി. അതിന് ഏജൊക്കെയുള്ള പട്ടിയായിരുന്നു, പക്ഷേ അത് അപ്പം ചാവാനുള്ള ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഞങ്ങൾക്ക് തോന്നി ഇനി ആരെങ്കിലും വിഷം കൊടുത്തിട്ട് ചത്താണോ, ഇത് ഭയങ്കരമായിട്ട് കുരക്കുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലിങ്ങനെ ഈ ഒരു ഇതുണ്ടാവുമ്പോൾ, ഇതിൻ്റെ കുര കൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡായിട്ട് ആരെങ്കിലും വിഷം കൊടുത്തിട്ടാണോ ഇത് ചത്തത്, അങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തിച്ച്. പക്ഷേ ഈ പട്ടി ചത്തതിന് ശേഷം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ലൈക്ക് ഇങ്ങനെയുള്ള പാരനോർമൽ ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ല. അങ്ങനെ അപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ വീട്ടിലുള്ളൊരു അംഗമാണല്ലോ ഇപ്പോൾ ഈ ആൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി ചോദിക്കുന്നുണ്ട്, കണ്ടായിരുന്നോ? ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഓരോ ദിവസം നമ്മളിതിനെ മറന്നുകൊണ്ടിരിക്കുക. ലൈക്ക് ഇന്ന് ഒന്നും ഉണ്ടായില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഓർക്കും ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നുണ്ടാവും, അങ്ങനെ ഓർക്കും. പക്ഷെ ആ ദിവസം നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഓർക്കില്ല ഇന്നൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പിറ്റേ ദിവസമാവും, അപ്പോൾ ഓർക്കും ഇന്നലെ വരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഇന്നുണ്ടാവും, കാരണം നമ്മളെ വിട്ടത് പോവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു 1-2 മാസമായി ഇത് നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ഫീലിങ്സ്, നമ്മളുടെ ആരും കാണുന്നില്ല, ആർക്കും അങ്ങനത്തെ അതെനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ല ഗൈസ്, ആ വണ്ടിയുടെ സൗണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി. ഈ തമാശക്ക് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ സ്റ്റോറീസ് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? അപ്പോൾ ഞാൻ തമാശക്ക് പറയും ഞങ്ങൾക്ക് മിസ് ചെയ്തു എന്നൊക്കെ. പക്ഷേ ഒരു തരത്തിൽ അവിടെ എല്ലാവർക്കും ഒരു മിസ്സിങ് ഫീൽ ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ആൻറ്റിയുടെ വീട് എന്തോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു തകിട് കിട്ടി. ലൈക്ക് തകിട് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളറിലെ ഒരു ഒരു സാധനത്തിൽ, എനിക്കത് പറയാനറിയില്ല, അതിനകത്തൊരു ഗോൾഡൻ കളറിലെ ഒരു തകിട് പോലത്തെ സാധനമൊക്കെ വെച്ച് പൂജിച്ച പോലത്തെ ഒരു സാധനം. ആൻറ്റിയുടെ അലമാരിയുണ്ട്, അലമാരിയുടെ അടിയിലൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഈ സാധനം കിട്ടി. അതായത് ഈ അലമാരി വെക്കുന്ന സൈഡിൽ തന്നെയാണ് വിൻഡോസ് ഉള്ളത്. ഈ വിൻഡോസിൽ നിന്ന് ആർക്കെങ്കിലും എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ അലമാരിയുടെ അടിയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്, അറിയില്ല എനിക്ക്. ആ ഒരു രീതിയിലാണ് ഇതവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. ഈ അലമാരിയുടെ അടിയിലായതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പാണ്, അതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചിട്ടും ഇല്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് എപ്പോഴും അറിയില്ല അത് അന്ന് കല്ലെടുത്ത നമ്മുടെ തോമസ് ചേട്ടനാണോ, അതോ ഈ വീട്ടിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത നമ്മളുടെ മറ്റേ ചേട്ടനാണോ, അതോ ഇനി കിട്ടിയ സാധനവും ഇവിടെ നടന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. അതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഞങ്ങളിപ്പോഴും ഓർക്കാറുണ്ട് ആൾ ശരിക്കും ഇപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുമോ. ലൈക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും അയാളിപ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിലോ.